പൈശാചികമായ വാക്കുകൾ നമ്മുടെ നാവിൽ വരാനുള്ള കാരണങ്ങൾ എന്താണ്? എൻ്റെ കൂടെ ഉണ്ടോ? പൈശാചികമായ വാക്കുകൾ നമ്മുടെ നാവിൽ വരാനുള്ള കാരണങ്ങൾ എന്താണ്? ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഒന്നാമത്തെ കാരണം വെറുപ്പാണ്. ഒന്നാമത്തെ കാരണം എന്താ? പൈശാചികമായ വാക്കുകൾ നമ്മുടെ നാവിൽ വരാനുള്ള ഒന്നാമത്തെ കാരണം ഹലോ എന്താണ്? വെറുപ്പാണ്. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് നമുക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, അയ്യോ എന്നെ വേദനിപ്പിച്ചവൾ നശിഞ്ഞു പോണം, എന്നെ വേദനിപ്പിച്ചവൻ നശിഞ്ഞു പോണം. കണ്ടോ, നമ്മുടെ നാവില് പൈശാചികമായ വാക്ക് വരാണ്. വെറുപ്പ് ഹൃദയത്തിൽ നിന്ന് അധരങ്ങളിലൂടെ പുറത്തേക്ക് ബഹിർഗമിക്കുകയാണ്. ഇതാണ് പൈശാചികമായ വാക്കുകൾ നമ്മുടെ നാവിൽ വരാനുള്ള ഒന്നാമത്തെ കാരണം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമുക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അയ്യോ ആ പുള്ളിക്കാരൻ ആ പുള്ളിക്കാരി സന്തോഷത്തോടു കൂടി ഇരിക്കട്ടെ എന്ന് ആരെങ്കിലും പറയോ? സത്യം പറഞ്ഞു. നമുക്ക് അറിയത്തില്ല. നമ്മൾ പറയും നശിച്ചു പോട്ടെ എന്നാണ് നമ്മൾ മാനുഷിക രീതിയിൽ ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയാറ്. അതാണ് ഈ പൈശാചികമായ വാക്കുകൾ വെറുപ്പിലൂടെ നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരും. ഇനി രണ്ടാമത്തേത് അഹങ്കാരത്തിൽ നിന്ന്. ഒന്ന് വെറുപ്പിൽ നിന്ന്, രണ്ട് അഹങ്കാരത്തെക്കുറിച്ച് രാവിലെ നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. എന്താണ് അഹങ്കാരം? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇവിടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ കുറേ ഇത് പറഞ്ഞു, ഡെഫിനിഷൻസ് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഡെഫിനിഷൻ എന്തായിരുന്നു? ഒരു തമാശ കലർത്തിയ ഒരു ഡെഫിനിഷനായിരുന്നു. സ്വന്തം ഉയർച്ചയിലോ നേട്ടത്തിലോ ദൈവത്തിന് കൊടുക്കേണ്ട ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നവനാണ് ആര്? അഹങ്കാരി എന്ന് പറയുക. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഹങ്കാരി പറയും, എന്നെ ആരും പഠിപ്പിക്കണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അങ്ങനെ ചിലരൊക്കെ പറയുന്ന കേട്ടല്ലേ, അപ്പൻ എന്നെ പഠിപ്പിക്കണ്ട, അമ്മ എന്നെ പഠിപ്പിക്കണ്ട, ചേട്ടൻ എന്നെ പഠിപ്പിക്കണ്ട, ചേച്ചി എന്നെ പഠിപ്പിക്കണ്ട, അച്ഛൻ എന്നെ പഠിപ്പിക്കണ്ട, ഞാൻ കുറെ ലോകമൊക്കെ കണ്ടിട്ടുള്ള ആളാണ്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. കണ്ടോ, അഹങ്കാരത്തിൽ നിന്നുള്ള സംസാരത്തിലൂടെ നാവിലേക്ക് അശുദ്ധി കടന്നു വരും. വലതുകരം ഉയർത്തി പറഞ്ഞ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തേത് എന്താ? എങ്ങനെ കടന്നു വരും? എന്തിൽ നിന്ന്? വെറുപ്പിൽ നിന്ന്. രണ്ടാമത്തേത് അഹങ്കാരത്തിൽ നിന്ന്. മൂന്നാമത്തേത് നിരാശയിൽ നിന്ന്. നിരാശ എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കല് ഞാനിവിടെ നിരാശയെക്കുറിച്ച് ക്ലാസ് എടുത്തിരുന്നു. ഇവിടെ സ്ഥിരമായിട്ട് വരുന്നവർക്ക് അറിയാൻ പറ്റും. നിരാശ എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യാശയില്ലായ്മ. ആരാണ് പറഞ്ഞത്? അമ്മച്ചിയാണ് പറഞ്ഞത് അല്ലേ? നിരാശ എന്ന് പറയുന്നത് രക്ഷയില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞ രക്ഷയില്ല. കുറച്ചും കൂടി ക്രൈസ്തവീകത കലർത്തി പറയുവാണെങ്കിൽ ദൈവത്തിന് പോലും എന്നെ രക്ഷിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന് പോലും എന്നെ രക്ഷിക്കാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിന്റെ എല്ലാ വാതിലുകളും അടഞ്ഞു, എൻ്റെ എല്ലാ പ്രത്യാശയും അടഞ്ഞു, ഇനി എനിക്കൊരു യാതൊരു രക്ഷയുമില്ല എന്നുള്ളൊരു ചിന്തയാണ് നിരാശയാണ്. നിരാശ എന്ന് പറയുക. ചില നിരാശയ്ക്ക് അടിമപ്പെട്ട വ്യക്തികളൊക്കെ ചിലപ്പോൾ കുമ്പസാരക്കൂട്ടിലോ നേരിട്ടോ ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അച്ഛാ ഇനി മരിച്ചാ മതി, ഞാൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഉപകാരവും ഇല്ല. കണ്ടോ, നിരാശ കലർന്ന വാക്കുകളിലൂടെ പൈശാചികമായ വാക്കുകള് നമ്മുടെ നാവിലേക്ക് കടന്നു വരും. മൂന്നാമത്തെ എന്താ? നിരാശ. ഇതൊക്കെ അച്ഛൻ വ്യക്തമായിട്ടാണ് പറയുന്നത് അല്ലേ? ഒന്നാമത്തെ എന്താ? വെറുപ്പ്. രണ്ടാമത്തെ എന്താ? അഹങ്കാരം. മൂന്നാമത്തെ എന്താ? നിരാശ. നിരാശയിലൂടെ ഈ പൈശാചികമായ വാക്കുകൾ നമ്മുടെ നാവിൻ തുമ്പിൽ വരും. നാലാമത്തേത് ശാപത്തിൽ നിന്ന്. നമ്മൾ ഒരാളെ ശപിക്കുമ്പോൾ എന്താ പറയുന്നത്? അയ്യോ അവൻ നന്നായി പോട്ടെ, അവൾ നന്നായി പോട്ടെ, അവൾക്ക് നല്ല സമ്പത്ത് വരട്ടെ, അങ്ങനെയാണോ പറയുന്നത്? അല്ല, അവള് മുടിഞ്ഞോട്ടെ, അവൾ കുത്തുവാളെടുത്ത് പോട്ടെ, നാറാണക്കല്ല് കുത്തട്ടെ. എറണാകുളം ഭാഷയിൽ പറഞ്ഞാൽ അവൾ മുടിഞ്ഞ് നാറാണക്കല്ല് കുത്തിപ്പോട്ടെ.
അവൻ മുടിഞ്ഞ് നാറാണക്കല്ല് കുത്തി പോട്ടെ എന്നാണ് ഞങ്ങളുടെ ലോക്കൽ ഭാഷയിൽ പറയാറ്. ഇതാണ് ശപിക്കുമ്പോൾ നമ്മുടെ നാവില് എന്തുവരും? പൈശാചികമായ വാക്കുകൾ കടന്നു വരും. അപ്പോൾ പൈശാചികമായ വാക്കുകൾ നമ്മുടെ നാവിൽ കടന്നു വരുന്ന 4 വഴികളെന്ന് പറഞ്ഞ്: 1 ഇതിൽ നിന്ന്, വെറുപ്പിൽ നിന്ന്; 2 അഹങ്കാരത്തിൽ നിന്ന്; 3 നിരാശയിൽ നിന്ന്; 4 ശാപത്തിൽ നിന്ന്. ഇനി വാക്കിലൂടെയുള്ള തിന്മകൾ എന്തൊക്കെ? എഴുതി വെച്ചോ. വാക്കിലൂടെയുള്ള തിന്മകൾ എന്തൊക്കെ? വാക്കിലൂടെയുള്ള തിന്മകൾ എന്തൊക്കെ? ഒന്നാമത്തേത്, മറ്റുള്ളവരെ വിധിക്കൽ. നാവിലൂടെ വരുന്ന ഒന്നാമത്തെ തിന്മ മറ്റുള്ളവരെ വിധിക്കൽ. മറ്റുള്ളവരെ വിധിക്കൽ. അമ്മച്ചിമാരെ എന്താണ്? അപ്പച്ചന്മാരെ എന്താണ്? മറ്റുള്ളവരെ വിധിക്കൽ. എടുത്തോ, വചനം എടുത്തോ. സങ്കീർത്തനം 82:8. സങ്കീർത്തനം 82:8 കിട്ടിയോ? 832 പേജില് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവമേ, എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ. എല്ലാ ജനതകളും അങ്ങയുടേതാണ്. ഈ ഭൂമിയില് മനുഷ്യരെ വിധിക്കാൻ ആർക്കെങ്കിലും അവകാശമുണ്ടെങ്കിൽ അത് ആർക്കാണ്? ദൈവത്തിനാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ നിന്നെ വിധിക്കുകയാണ്, നീ അങ്ങനെയായി പോവും, നീ ഇങ്ങനെയായി പോവും, എനിക്ക് വിധിക്കാമോ? എനിക്ക് വിധിക്കാനുള്ള യാതൊരു കഴിവുമില്ല. ചിലപ്പോ മാതാപിതാക്കൾ പറയും, നീ വളർന്നു വലുതായ അങ്ങനെ ആയിപ്പോവുള്ളൂ, ഇങ്ങനെ ആയിപ്പോവുള്ളൂ. മനസ്സിലായി? അങ്ങനെ ആരെയും വിധിക്കാനുള്ള റൈറ്റ്, അവകാശം നമുക്കില്ല. ആർക്കാണ് വിധിക്കാനുള്ള അവകാശം ഉള്ളത്? ആർക്കാണ്? ദൈവത്തിന് മാത്രമാണ് വിധിക്കാനുള്ള അവകാശമുള്ളത്. യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം എടുക്ക്. യാക്കോബ് 4:12. യാക്കോബ് 4:12. ഈ യാക്കോബിന്റെ ഈ ലേഖനം എന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ്. യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലാണ് നാവിന്റെ ദുരുപയോഗത്തെ കുറിച്ച് പറയുക. എന്നിട്ട് ഓർത്തു വയ്ക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ വാക്യം ഏതാണ്? യാക്കോബ് 4:12. ഒന്ന് വായിച്ചേ. നിയമദാതാവും ന്യായാധിപനുമായി ഒരുവനേ ഉള്ളൂ. അവിടുന്ന് രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ളവനാണ്. എന്നാൽ അയൽക്കാരനെ വിധിക്കാൻ നീ ആരാണ്? നിയമദാതാവും ന്യായാധിപനുമായി ഒരുവനേ ഉള്ളൂ. അവിടുന്ന് രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ളവനാണ്. എന്നാൽ അയൽക്കാരനെ വിധിക്കാൻ നീ ആരാണ്? വചനം പറയാണ്, ആരെയും വിധിക്കാനുള്ള റൈറ്റോ അവകാശമോ നമുക്കില്ല. ആരെയും വിധിക്കാൻ പാടില്ല. ഭർത്താവിനെയോ ഭാര്യയെയോ മക്കളെയോ അയൽവാസികളെയോ നമുക്കെതിരെ ദോഷം ചെയ്തവരെയോ നമ്മളെ സഹായിക്കുന്നവരെയോ ആരെയും വിധിക്കാനുള്ള യാതൊരു അവകാശവും കർത്താവ് നമുക്ക് തന്നിട്ടില്ല. വിധിക്കാനുള്ള അവകാശം ഒരേ ഒരാൾക്കേ ഉള്ളൂ. അതാരാണ്? ദൈവം. വലതുകരം ഉയർത്തി ഒറ്റ വിളി വിളിച്ച് ഈശോയേ, 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 ഈശോയേ. അപ്പോ വാക്കിലൂടെ വരുന്ന ഒന്നാമത്തെ തിന്മ എന്താ? ഒന്നാമത്തെ തിന്മ എന്താ? മറ്റുള്ളവരെ വിധിക്കൽ കേട്ടോ. വാക്കിലൂടെ വരുന്ന ഒന്നാമത്തെ തിന്മ മറ്റുള്ളവരെ വിധിക്കലാണ്. രണ്ടാമത്തെ തിന്മയിലേക്ക് നമ്മൾ കിടക്കാണ്. രണ്ടാമത്തെ തിന്മ നുണ, കളവ്. എഴുതി വെച്ചോ. നുണ. നുണ, കളവ്. നുണ പറയുന്നത്, കളവ് പറയുന്നതാണ് രണ്ടാമത്തെ വാക്കിലൂടെ വരുന്ന തിന്മകള്. നുണ, വ്യാജം, കളവ് ഇവ പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നത് പൈശാചികമാണെന്നാണ് വചനം പറയുക. ഇന്നലെ ഒരു പയ്യൻ, ചില ആളുകളുണ്ട് എന്ത് പറഞ്ഞാലും നുണയെ പറയത്തുള്ളൂ, സത്യം പറയത്തേ ഇല്ല. എന്ത് പറഞ്ഞാലും നുണയെ പറയത്തുള്ളൂ. ഇന്നലെ ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുമായിരുന്നു, അച്ഛാ ഞാൻ ഇന്ന കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കമ്പനിയിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് നുണ പറയാനാണ് മാനേജർ ഞങ്ങളോട് പറഞ്ഞേക്കുന്നത്. നുണ പറയാനാണ് ഞങ്ങളോട് മാനേജർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനോട്
ഞാൻ ഒത്തിരി നുണ പറയും. ഇങ്ങനെ നുണ പറഞ്ഞ് ശീലിച്ച് ഇപ്പൊ വീട്ടിലും ഞാൻ നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാണുന്നവരോടൊക്കെ ഞാൻ നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നുണ പറഞ്ഞ് ശീലിച്ചു. ഇതുപോലെ നുണ എപ്പോഴും പറഞ്ഞ് ജീവിതം തന്നെ ഒരു നുണയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ സമൂഹത്തില്. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 8:44 എടുക്ക്. യോഹന്നാൻ 8:44. കുറച്ചധികം ഉണ്ട്. പിശാച് ആരാണെന്ന് നുണ പറയുന്നത് ആരുടെ സന്തതികളാണ്, നുണ പറയുന്നത് ആരാണ് എന്നാണ് വചനത്തിൽ നമ്മൾ കേൾക്കുക. യോഹന്നാൻ 8:44. എടുത്തോ. എടുത്തവര് മാത്രം വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞ് എടുത്തവര് മാത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, വായിച്ചാലോ പോളേട്ടാ? ഒച്ചല് വായിച്ചാലോ നമുക്ക്? നിങ്ങൾ പിശാചിനെ കുറിച്ച് പറയുന്ന ഒരു വചനമാണല്ലോ, അവൻ നുണയനും. ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ ദിവസങ്ങളിലൊക്കെ വചനം പറഞ്ഞു. യോഹന്നാൻ 8:44. പിശാച് നുണയനും നുണയന്റെ പിതാവുമാണ്. അപ്പൊ നുണ പറയുമ്പോ നമ്മൾ ആരുടെ മക്കളായിട്ട് തീരാണ്? പിശാചിന്റെ മക്കളായിട്ട് തീരാണ്. നുണ പറയാമോ? നുണ പറയാനായിട്ട് പാടില്ല. വലതുകരം ഉയർത്തി പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകൻ 5:10 എടുക്ക്. പ്രഭാഷകൻ 5:10. കുറെ വചനങ്ങൾ വായിക്കണം. വായിച്ച് മനസ്സിൽ ഇങ്ങനെ വചനത്തോട് കൊതി തോന്നണം. വീണ്ടും വചനം വായിച്ച് ധ്യാനിക്കാനും ഒക്കെയുള്ള കൃപയും കൊതിയും നമ്മുടെ ആത്മാവിലേക്ക് നിറയപ്പെടണം. പ്രഭാഷകൻ 5:10. കിട്ടിയോ? വായിച്ചോ? എല്ലാവരും വായിച്ചില്ല. എല്ലാവരും എടുക്ക്. പേജ് നമ്പർ 969. കിട്ടിയോ? ചെറിയൊരു വചനഭാഗമാണ്. 5:10. നീ അറിവിൽ സ്ഥൈര്യം പാലിക്കുക, നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത്. വലതുകരം ഉയർത്തി പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പറയുന്ന വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത്. സത്യം മാത്രമേ നിന്റെ അധരങ്ങളിലൂടെ വരാവൂ. തിന്മയൊന്നും നിന്റെ അധരങ്ങളിലൂടെ വരരുതെന്ന് വചനം നമ്മോട് പറയുകയാണ്. അപ്പൊ രണ്ട് തിന്മകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ തിന്മ എന്താ? മറ്റുള്ളവരെ വിധിക്കൽ. രണ്ടാമത്തേത് നുണ, കളവ്. ഞാൻ ഒരാളോട് ചോദിച്ചു ഒരിക്കലേ, ചില സമയത്തൊക്കെ ചോദിക്കും, പിള്ളേരോടല്ല, ഒരു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന പിള്ളേരോടൊക്കെ ചോദിക്കും, നീ നുണ പറയാറുണ്ടോ? ഇല്ല. അത് തന്നെ ഏറ്റവും വലിയ നുണയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആരും നുണ പറയാറില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയ നുണയാണ്. ഇനി മൂന്നാമത്തേത് വാക്കിലൂടെ വരുന്ന തിന്മ. മൂന്നാമത്തേത് ശാപവാക്കുകളാണ്. ശാപം, ശപിക്കുന്നത്. പ്രഭാഷകൻ 21:27 എടുക്ക്. പ്രഭാഷകൻ 21:27 വായിച്ചോ? എല്ലാവരും ഒരുമിച്ച് വായിച്ചോ? റെഡി? 1, 2, 3 സ്റ്റാർട്ട്. ദൈവഭയമില്ലാതെ പ്രയോഗിയെ ശപിക്കുമ്പോൾ തന്നെയാണ് ശപിക്കുന്നത്. മതി. ദൈവഭയമില്ലാത്തവൻ പ്രതിയോഗിയെ ശപിക്കുമ്പോൾ തന്നെയാണ് ശപിക്കുന്നത്. ദൈവഭയമില്ലാതെ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ശപിക്കുക. ഇപ്പോ മോളെ, നിന്റെ പേരെന്തായിരുന്നു? നിന്റെ ശ്രേയ ഘോഷ്ലാൽ. ശ്രേയ ഇപ്പൊ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കുട്ടിയാണ്. എനിക്കറിയാം, ഹോസ്റ്റലില് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന സിസ്റ്റേഴ്സ് എല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എന്ത് മനോഹരമായിട്ട് പ്രാർത്ഥിക്കുന്ന കുട്ടിയാണെന്ന് അവിടെ സിസ്റ്റേഴ്സ് ആരും പറയാറില്ല.
പക്ഷെ അച്ഛനറിയാം നീ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കേട്ടോ. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, Praise the Lord. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇപ്പൊ ശ്രേയ ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, ദൈവഭയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അച്ഛൻ നിന്നെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെന്ന് വിചാരിച്ചോ, നീ എന്നെ ശപിക്കോ? കാണാം, ഇപ്പൊ നമ്പർ അടിക്കും, എന്തെങ്കിലും പറഞ്ഞു നോക്കട്ടെ. അപ്പൊ അവള് ദുർവാസമായിട്ട് എഴുന്നേറ്റ് കത്തിപ്പോട്ടെ എന്നവൾ അടിക്കും. മനസ്സിലാവണ്ടോ? വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, Praise the Lord. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവഭയമില്ലാത്തവൻ, ദൈവത്തെ സ്നേഹിക്കാത്തവൻ, ദൈവത്തെ ആരാധിക്കാത്തവനാണ് ശപിക്കുന്നത്. ദൈവഭയം ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ശപിക്കോ? ചില ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ നാളുകൾ, ഒരിക്കലും ഞാൻ പറഞ്ഞിരുന്നു, കുറേ നാളുകൾക്ക് മുമ്പ് ഒരമ്മച്ചി വന്നിട്ടുണ്ടല്ലോ. ഈ അമ്മച്ചിനെ വേദനിപ്പിച്ച കഥകളൊക്കെ എന്നോട് ഇങ്ങനെ പറയാണ്. ഈ അമ്മച്ചി പറയുമ്പോൾ ഞാനിരുന്ന് കരയാണ്, അമ്മച്ചി ഇരുന്ന് ചിരിക്കുകയാണ്. കാരണം അത്രയും തീച്ചൂള അനുഭവത്തിലൂടെ ഈ അമ്മച്ചി കടന്നു പോവാണ്. എന്നിട്ട് എന്നോട് പറയുന്നത് എന്താ അറിയോ, അച്ഛാ ഒരു കുഴപ്പമില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല, എൻ്റെ ഈശോ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് അറിയത്തില്ല, ചിലപ്പോൾ അവരെ വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ വേദനിപ്പിച്ചേനെ. പക്ഷെ അമ്മച്ചി പറയാണ്, എൻ്റെ ഈശോ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നു, അവർക്ക് നന്മ വരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ തൊടട്ടെ എന്നും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഈശോ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാലേ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുള്ളൂ. നമ്മളെ വേദനിപ്പിക്കുന്നവരെയും നമ്മളെ വെറുക്കുന്നവരെയും നമ്മളെ അവഗണിക്കുന്നവരെയും നമ്മളെ കുത്തുമറിയേൽപ്പിക്കുന്നവരെയും എല്ലാവരെയും ഹൃദയത്തോടെ ചേർത്ത് വെച്ച് അവരെ അനുഗ്രഹിക്കണമെങ്കിൽ ദൈവഭയം നമ്മളിൽ വന്നു ചേർന്നേ പറ്റൂ. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, Praise the Lord. പ്രൈസ് ദി ലോർഡ്, Praise the Lord. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ഒറ്റ വിളി വിളിച്ച് ഈശോയെ, ഈശോയെ, കൈ ഉയർത്തി വിളിച്ച് ഈശോയെ, ഈശോയെ, രണ്ട് കൈ ഉയർത്തി വിളിച്ച ഈശോയെ, ഈശോയെ, ഒറ്റ വിളിച്ച ഈശോയെ, ഈശോയെ, ഈശോയെ. ഈശോയെ. ഈ സൈഡുകാർ മാത്രം രണ്ട് കൈ ഉയർത്തി വിളിച്ച് ഈശോയെ. ഫ്രണ്ടിൽ സ്വരമില്ല കേട്ടോ, ഈശോയെ. ഈ സൈഡുകാരെ വിളിച്ച് ഈശോയെ, ഈശോയെ. വെരി ഗുഡ്. അമ്മച്ചിമാര് വൈകുന്നേരം സമൂസ 2-3 കൂടുതൽ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല പവർ ഉണ്ട് കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇത്രയും നാളും ഇവർക്ക് സ്വരം ഉണ്ടായില്ല, നമുക്ക് സ്വരം ഉണ്ടായുള്ളൂ. ഇപ്പൊ ഇവര് കയറി ചാർജായിട്ട് വരാണ്. അപ്പോ നമ്മളെ 3 തിന്മകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, മറ്റുള്ളവരെ വിധിക്കൽ. രണ്ടാമത്തേത് എന്തോ, നുണ, കളവ്. നുണ പറയാറുണ്ടോ? ഇല്ല, ഉണ്ടോ? ഞാൻ പറഞ്ഞ ടീമിൽ പെട്ട ആളാണ്, നുണ പറയാറേ ഇല്ല ഉറങ്ങുമ്പോ കേട്ടോ. ഇനി മൂന്നാമത്തേത് എന്താ? ശാപം. ഇനി 4-ാമത്തേത് അശുദ്ധ ഭാഷണം. എന്താണ്? അശുദ്ധ ഭാഷണം, പരദൂഷണം, ഏഷണി, കള്ളസാക്ഷ്യം, മ്ലേച്ഛ സംസാരം തുടങ്ങിയവ ഇതിൽ പെടുന്നു. പരദൂഷണം, ഏഷണി, കള്ളസാക്ഷ്യം, മ്ലേച്ഛ സംസാരം തുടങ്ങിയവ ഇവയിൽ ഉൾക്കൊള്ളുന്നു. അശുദ്ധ ഭാഷണം നമ്മുടെ ആത്മാവില് കറവീഴ്ത്തുന്നു, ജീവിതത്തില് കൃപ നഷ്ടപ്പെടുത്തി കളയുന്നു. പ്രഭാഷകൻ 5:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ജെനിഫറെ എടുക്കൂ, വായിക്കൂ. പ്രഭാഷകൻ 5:12-14. എല്ലാവരും വരട്ടെ. പ്രഭാഷകൻ 5:12-14. എല്ലാവരും വരട്ടെ. എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാം. എടുത്തോ. പേജ് നമ്പർ എന്ന് പറഞ്ഞ പോളട്ടാ, 969. 969. ഓക്കെ, എടുത്തോ. 969 പേജ് നമ്പർ 969. അനു എടുത്തോ. ഓക്കെ, വായിക്കാലോ. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വായി തുറക്കരുത്. മാനവും അപമാനവും വാക്കിലൂടെ വരുന്നു, വീഴ്ചയ്ക്ക് വഴിതെളിക്കുന്നതും നാവ് തന്നെ. ഏഷണിക്കാരനെന്ന് പേര് കേൾപ്പിക്കരുത്, നാവ് കൊണ്ട് കെണി വയ്ക്കരുത്. കള്ളന് രൂക്ഷമായ ശകാരവും ലഭിക്കും കേട്ടോ. ഈ ഏഷണി പറഞ്ഞിട്ട്
കുടുംബം തകർക്കുന്ന ഒത്തിരി പേരുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയാട്ടോ, അവന് കല്യാണപ്രായമായിട്ട് കല്യാണം നടക്കുന്നില്ല. കാരണം എന്തായിരിക്കും? ഇവന്റെ വീടിന്റെ അവിടേക്ക് പെണ്ണാലോചിച്ച് ചെന്ന് കഴിയുമ്പോൾ കവലയിലിരിക്കുന്ന ഒരു പണിയും ഇല്ലാതെ ചൊറിയും കുത്തി നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവനെ കുറിച്ച് ഏഷണി പറഞ്ഞിട്ട് ഈ കല്യാണമൊക്കെ മുടക്കും. ഇങ്ങനെ അവൻ ഏകദേശം ഒത്തിരി വർഷങ്ങൾ വിദേശത്തായിരുന്നു. 6-7 വർഷമായിട്ട് വിദേശത്തായിരുന്നു. വിദേശത്ത് കിടക്കുന്ന അവനെക്കുറിച്ച് ഇവിടെ നിന്നുകൊണ്ട് അവർ കുറ്റം പറയാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ കല്യാണം മുടക്കികളൊക്കെ നമ്മുടെ ജംഗ്ഷനുകളിൽ, നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഒത്തിരി ഉണ്ട്. ഒരു കാര്യം ഉണ്ടാവില്ല, ഇങ്ങനെ കല്യാണം മുടക്കി അത് ഏഷണി പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് ഒരുപാട് കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 കൊരിന്ത്യസ് 6:10 എടുക്ക്. 1 കൊരിന്ത്യസ് 6:10. 1 കൊരിന്ത്യസ് 6:10. കിട്ടിയോ? 1 കൊരിന്ത്യസ് 6:10. പേജ് നമ്പർ പറഞ്ഞോ, പേജ് നമ്പർ 249. 249. 6:10. എല്ലാവരും എടുക്കുക. 249 വചനം വായിക്കണം. കണ്ണുകള് ആ വചനത്തിന്റെ വരികളിലൂടെ കടന്നു പോകണം. കണ്ണുകളിലൂടെ ആത്മാവിലേക്കും ഹൃദയത്തിലേക്കും ശരീരത്തിലേക്കും ഈ വചനത്തിന്റെ അഭിഷേകം നിറഞ്ഞൊഴുകണം. വായിക്കണം. ആ ബൈബിള് കയ്യിലെടുക്കണം. ഭാരമായിട്ടല്ല, മറിച്ച് ഭാഗ്യമായിട്ട് കരങ്ങളിൽ ബൈബിള് പിടിക്കുന്നത് നമ്മൾ കാണണം. വായിച്ചോ. കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളിൽ മതി. കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും. അണ്ടർലൈൻ. ആരാണ് പരദൂഷകര്? ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് കർത്താവ് ഈശോ മിശിഹ പറയുന്നത്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. കൊളോസ്യസ് 3, 8, 9. പേജ് നമ്പർ പറഞ്ഞോ? 301. വെരി ഗുഡ്. കൊളോസ്യസ് 3, 8, 9. എല്ലാവരും എടുക്കട്ടെ. പുതിയ നിയമത്തില് പേജ് നമ്പർ 301. 301. എടുത്തോ. കൊളോസ്യസ് 3, 8, 9. 3, 8, 9. കിട്ടിയോ? കിട്ടിയൊരു വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച് ഈശോയേ, ഈശോയേ, ഈശോയേ. നിങ്ങൾ ക്ഷീണിച്ചോ? മടുത്തോ? ഉറപ്പാണോ? മടുക്കാത്തവരൊന്നും കൂടി വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എടുത്തോ വചനം എടുത്തോ, വായിച്ചോ. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർദ്ധിക്കുവിൻ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. മതി. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. നമ്മൾ ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നാവിനെ കൺട്രോൾ ചെയ്തേ പറ്റൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അച്ഛൻ പറയുകയാണ്, ഇപ്പോൾ അച്ഛൻ നിങ്ങൾക്ക് ധ്യാനമൊക്കെ തരുന്നൊരു അച്ഛനാണ്. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വന്ന് അമലുവിനെ ദേഷ്യപ്പെട്ടു എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ അമലുവിനെതിരെ പരദൂഷണം പറഞ്ഞെന്ന് വിചാരിച്ചോ, അമലുവിനെ ഒരു കാര്യമില്ല അത് കുറ്റപ്പെടുത്തി എന്ന് വിചാരിച്ചോ, അച്ഛൻ എന്ത് സംഭവിക്കും? അച്ഛൻ്റെ കൃപ മുഴുവനും ചോർന്നു പോവും. മനസ്സിലാവുന്നുണ്ടോ? കൃപ പോവും.
ആത്മീയ ജീവിതത്തിൽ പറന്നുയരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നാവിനെ ശ്രദ്ധിച്ചേ പറ്റൂ. അതിൽ യാതൊരു ഷോർട്ട് കട്ടും ഇല്ല. നാവിലൂടെ കൃപകളെല്ലാം ചോർന്നു പോകും. നമ്മൾ ശപിക്കുമ്പോൾ, നമ്മൾ വിധിക്കുമ്പോൾ, പിന്നെന്താ, നുണ പറയുമ്പോൾ, പിന്നെ ശാപവാക്കുകൾ പറയുമ്പോൾ, പിന്നെ അശുദ്ധ സംഭാഷണങ്ങളൊക്കെ നടത്തുമ്പോൾ, അശ്ലീല സംഭാഷണങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മുടെ കൃപയെല്ലാം നാവിലൂടെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത 100% സംഭവിക്കും. ദൈവത്തോട് അടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ചെയ്യേണ്ടത് ലോകത്തിൽ നിന്ന് അകലുക എന്നാണ്. ലോകത്തിന്റെ സംഭാഷണങ്ങളിൽ നിന്ന് അകലുക എന്നാണ്. ലോകത്തിന്റെ സുഖങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും തിന്മകളിൽ നിന്നും അകലുക എന്നുള്ളതാണ്. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച് ഈശോയേ, 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 ഈശോയേ. പ്രഭാഷകൻ 23:13 എടുക്കുക. പ്രഭാഷകൻ 23:13. അസഭ്യഭാഷണം ശീലിക്കരുത്, അത് പാപകരമാണ്. മതി. അസഭ്യ ഭാഷണം ശീലിക്കരുത്, അത് പാപകരമാണ്. അസഭ്യ ഭാഷണം, തിന്മയായിട്ടുള്ളതൊന്നും നാവിലൂടെ വരരുത്, അത് പാപകരമാണ്. ഒരാളെ കുറ്റം പറയാനോ, ഒരാൾക്ക് നുണ പറയാനോ, ഒരാളെ കുറിച്ച് നുണ പറയാനോ, ഒരാളെ കുറിച്ച് അശ്ലീലമോ അശുദ്ധമോ ഒന്നും പറയാനൊന്നും നമ്മൾ നിൽക്കണ്ട. ഇത്രയും ചിന്തിച്ചാൽ മതി. നമുക്ക് തന്നെ എന്തോരം കുറവുകളുണ്ട് അല്ലേ? നമുക്ക് തന്നെ എന്തോരം കുറവുകളുണ്ട്. ഒരിക്കല് എന്നോട് ഒരാള് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനെ പറയാണ്, ഇല്ല, ഒരു 2 പേരുടെ, ഒരാൾക്ക് പകുതി കഷണ്ടിയാണ്, ഒരാൾക്ക് തലയിൽ പകുതി കഷണ്ടിയാണ്, ഒരാൾക്ക് തലയിൽ ഒട്ടും മുടിയില്ല. അപ്പോൾ പകുതി കഷണ്ടിയുള്ള ആള്, ഈ ഫുള്ള് കഷണ്ടിയുള്ള ആള് പകുതി കഷണ്ടിയുള്ള ആളോട് പറയാണ്, എടാ നിന്റെ തലയിൽ മുടിയില്ലല്ലോ. അപ്പൊ അതിന്റെ നടുക്ക് ഞാനുണ്ട്, കോൺവെർസേഷനിൽ ഞാനുണ്ട്, എൻ്റെ ബാച്ച് മേറ്റ്സ് ആണ്. ഒട്ടും മുടിയില്ലാത്തവൻ മുടി കുറച്ചുള്ളവരോട് പറയാണ്, നിന്റെ തലയിൽ മുടി കുറവാണല്ലോടാ. അപ്പോൾ ഈ മുടി കുറച്ചുള്ളവൻ ഈ കഷണ്ടിയോട് പറയാണ്, 2 കാലിലും മന്തുള്ളവൻ 1 കാലും മന്തുള്ളവനെ കുറ്റപ്പെടുത്താണല്ലോടാ. അത് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറവുകൾ ഒത്തിരി ഉണ്ട്, ബലഹീനതകൾ ഒരുപാടുണ്ട്. പരദൂഷണം നമ്മളെക്കുറിച്ച് തന്നെ പറഞ്ഞാൽ ഒരിക്കലും തീരുമില്ല. അപ്പം നമ്മൾ മറ്റുള്ളവരിലേക്ക് പോകേണ്ട ഒരു കാര്യമില്ല. മറ്റുള്ളവരെ വിധിക്കേണ്ടതും ശിക്ഷിക്കേണ്ടതും അവരെക്കുറിച്ച് പറയേണ്ടതും ആരാണ്? ദൈവമാണ്. നമ്മുടെ യാതൊരുവിധ റൈറ്റും അതിൽ ഇല്ല. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അച്ഛൻ ഇന്ന് പറഞ്ഞത്? നാവിനെ കുറിച്ച് പറഞ്ഞു. പൈശാചികമായ വാക്കുകൾ നമ്മുടെ നാവിൽ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാ? 1, വെറുപ്പ്, അഹങ്കാരം, നിരാശ, ശാപം. ഓക്കെ, വീണ്ടും നമ്മള് വാക്കിലൂടെയുള്ള തിന്മകൾ എന്തൊക്കെയാ? മറ്റുള്ളവരെ വിധിക്കാനുള്ള അധികാരം ആർക്കാനുള്ളത്? ദൈവത്തിന് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ എന്താ? നുണ പറയാറുണ്ടോ? ഇല്ല, ഉണ്ടോ? വെരി ഗുഡ്. നുണ, കളവ്. ഇനി 3-ാമത്തേത് ശാപവാക്കുകൾ. 4-ാമത്തേത് അശുദ്ധ ഭാഷണം, പരദൂഷണം. ഇതൊക്കെ അശുദ്ധ ഭാഷണത്തിൽ വരുന്നതാണ്. ഇനി ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് നാവിലൂടെ വരുന്ന അശുദ്ധികളെ കുറിച്ചും പാപങ്ങളെ കുറിച്ചാണ്. ഇനി ചെറിയൊരു പാരഗ്രാഫ് അച്ഛൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നാവിലൂടെ അനുഗ്രഹം ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? എഴുതി വെച്ചോ. നാവിലൂടെ അനുഗ്രഹം ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? എഴുതി വെക്കുന്നുണ്ടോ? മനസ്സിലാണോ എഴുതി വെക്കുന്നത്? നാവിലൂടെ അനുഗ്രഹം ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നാവിലൂടെ അനുഗ്രഹം ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അച്ഛൻ പറയുക കേട്ടോ. 1-ാമത്തേത്, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക. വചനം എടുത്തോ, റോമ 12:14. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവേൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. കണ്ടോ, നാവില് കൃപ വരാൻ, നമ്മള് നാവിലൂടെ അനുഗ്രഹം വരാൻ, നമ്മളെ വേദനിപ്പിച്ചവരെ, നമ്മളെ ശപിച്ചവരെ, നമുക്കെതിരെ പരദൂഷണം പറഞ്ഞവരെ, നമ്മൾക്കെതിരെ നുണ പറഞ്ഞവരെ നമ്മൾ എന്ത് ചെയ്യണം?
നമ്മൾ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. തുടർന്ന് അനുഗ്രഹിക്കുക, അല്ലാതെ ശപിക്കരുത്. അപ്പൊ ഒന്നാമത്തെ കാര്യം, നാവിലൂടെ കൃപ ലഭിക്കാൻ ഒന്നാമത്തെ കാര്യം എന്താ? പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക. വചനമേതാ? റോമ 12:14. ഓർത്തിരിക്കോ? ഇതേ മച്ചൻ ചോദിക്കോ കേട്ടോ. റോമ 12:14. ഇനി രണ്ടാമത്തെ കാര്യം, കൃപ ലഭിക്കാൻ, നാവിലൂടെ കൃപ ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, അർത്ഥശൂന്യമായ വാക്കുകൾ പറയുകയോ കേൾക്കുകയോ ചെയ്യരുത്. അർത്ഥശൂന്യമായ വാക്കുകൾ പറയുകയോ കേൾക്കുകയോ ചെയ്യരുത്. അർത്ഥശൂന്യമായ വാക്കുകൾ പറയുകയോ കേൾക്കുകയോ ചെയ്യരുത്. ചില സമയത്ത് ആരുടെങ്കിലും കുറ്റങ്ങളും കുറവുകളും, മനുഷ്യരല്ലേ, കേൾക്കും, ചിലപ്പോൾ പറയും. അപ്പോൾ ഞാൻ ചിന്തിക്കും, കേട്ട് കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കും, ആരോടെങ്കിലൊക്കെ പറയണോ? ഇത് പറയുന്നത് കൊണ്ട് കേൾക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഇത് പറയുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കും. എപ്പോഴും ചിന്തിക്കും. ഞാൻ കുറ്റം പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് കുറ്റം പറയുന്നതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ, പറയുന്ന എനിക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്ന് ചിന്തിക്കും. നമ്മളെപ്പോഴും ചിന്തിക്കണം അത്. നമ്മൾ കുറ്റം പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് എന്തെങ്കിലും, ചിലപ്പോൾ പറയും, കേൾക്കുമ്പോൾ ഒരു സുഖം, പറയുമ്പോൾ ഒരു സുഖം, മനസ്സിലാകുന്നു. ആ സുഖം നല്ലതല്ല, നമ്മുടെ ആത്മാവിനെ അത് നശിപ്പിച്ചു കളയുന്ന ഒരു സുഖമാണ്. അത്തരത്തിലുള്ള അർത്ഥശൂന്യമായ വാക്കുകൾ പറയുകയോ കേൾക്കുകയോ ചെയ്യരുത്. രണ്ടാമത്തെ എന്താ? അർത്ഥശൂന്യമായ വാക്കുകൾ പറയുകയോ കേൾക്കുകയോ ചെയ്യരുത്. വചനം എടുത്തോ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം. എഫേസ്യസ് 5:6 വായിക്കാം. കിട്ടിയവരെന്ന് വലത് കരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വചനം പറയുന്ന അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. കോട്ടുവായി ഇടുന്നുണ്ട് ആളുകൾ. ഞാൻ അവസാനിപ്പിച്ചേക്കാം, 2 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിച്ചേക്കാം. കൊടി, പച്ചക്കൊടി പൊക്കി, പച്ചക്കൊടിയില്ല, ചുവന്ന കൊടി. സ്റ്റോപ്പ്. കോട്ടുവായിട്ട് എന്നെ ഓടിക്കാണ് ഇവിടുന്ന്. വലതുകരം ഉയർത്തി, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ചോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ശൂന്യമായ വാക്കുകൾ ആരും അർത്ഥശൂന്യമായ വാക്കുകൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിന്റെ ക്രോധം നിപതിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നാവിലൂടെ അനുഗ്രഹം ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഒന്നാമത്തേത്, പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക. രണ്ടാമത്തേത്, അർത്ഥശൂന്യമായ വാക്കുകൾ പറയുകയോ കേൾക്കുകയോ ചെയ്യരുത്. വെരി ഗുഡ്. മടുത്തിട്ടുണ്ടാവും ആൾക്ക്, പറയാൻ വന്നതായിരിക്കും. ഇനി മൂന്നാമത്തേത് സംസാരം എപ്പോഴും കാരുണ്യാനുസൃതവും ഹൃദ്യവുമാകണം. അല്ലെങ്കിൽ വചനം എടുത്തോ, കൊളോസോസ് 4:6 അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. കൊളോസോസ് 4:6, കൊളോസോസ് 4:6. വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ വാക്ക്. നാക്ക് പഠിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വായിച്ചേ. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും. കണ്ടോ ലേലു നാക്ക് പഠിക്കുന്നവരൊന്ന് വായിക്കും, നോക്കി വായിക്കുക. എന്റെ മുഖത്തില്ല, വായിക്കേ. പൊള്ളട്ടൊന്ന് വായിച്ചത് കളിക്കുക. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദയവുമായിരിക്കട്ടെ. വായിച്ചോ. ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങളുടെ സംസാരം എപ്പോഴും, മറ്റൊരു വാക്യം പറഞ്ഞാല് കാരുണ്യമുള്ളതും, എനിക്ക് വായിക്കാൻ പറ്റത്തില്ല, ഹൃദയവുമായിരിക്കട്ടെ കേട്ടോ. നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും കാരുണ്യം വേണം, ഹൃദയമായിരിക്കണം. ചില ആളുകളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് സന്തോഷം എന്നറിയാം. എന്നെ കാണാൻ ഒത്തിരി പേര് സംസാരിക്കാൻ വരുന്ന കേൾക്കുന്ന ഒരു അച്ഛനാണ്. അപ്പോൾ ചില ആളുകൾ നമ്മുടെ റൂമിലേക്ക് വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി വരും, സന്തോഷം തോന്നും, നമുക്ക് സംസാരിക്കാൻ തോന്നും കുറേ നേരം കൂടി. ചില ആളുകൾ വരുമ്പോൾ എങ്ങനെയെങ്കിലും കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റാൻ തോന്നിപ്പോ. അതായത് ആ നെഗറ്റീവ് എനർജി നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നമ്മളുടെ അടുത്ത്
ആര് വന്നാലും, നമ്മളുടെ അടുത്ത് ആര് വന്നാലും നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഉള്ളിൽ കരുണയുണ്ടായിരിക്കണം, സ്നേഹമുണ്ടായിരിക്കണം. കരുണയും സ്നേഹവും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയിലേക്ക് അത് പകരപ്പെടും. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ സംസാരം എപ്പോഴും കാരുണ്യമുള്ളതും ഹൃദ്യവുമായിരിക്കണം. ചില ആളുകളൊക്കെ ഫോണിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പേടി തോന്നും. ഹലോ ആരാണ് പറയും എന്നാണ് പാകിസ്ഥാനിലേക്ക് വിളിക്കുന്ന പോലെ തോന്നുന്നു നമുക്ക് ചില ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ. ഫോണിലൂടെയൊക്കെ സംസാരിക്കും ഹൃദ്യമായിട്ട്. ഹലോ പറയൂ, എന്ത് പറയുന്നു, സുഖമാണോ? ഇപ്പൊ ചക്കാലക്കൽ പിതാവിന് ഫോണിൽ ഞങ്ങൾ അച്ഛന്മാര്, സിസ്റ്റേഴ്സോ, വിശ്വാസികളെയൊക്കെ നമ്മൾ വിളിച്ചു നോക്കിയേ. ഫോണിൽ വിളിച്ചു കഴിയുമ്പോൾ വളരെ ഹൃദ്യമായിട്ട് പിതാവ് സംസാരിക്കണം. ഹലോ അച്ഛാ, എന്ത് പറയുന്നു? അച്ഛൻ ഭക്ഷണം കഴിച്ചോ? സുഖമായിട്ടിരിക്കുന്നോ? സന്തോഷമാണോ? സമാധാനമാണോ? അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ 100 കിലോ കുറഞ്ഞു. അതാണ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംഭാഷണം ഹൃദ്യമായിരിക്കണം. കേൾക്കാൻ, നമ്മുടെ വാക്കുകൾ കേൾക്കാൻ മറ്റുള്ളവർക്ക് ദാഹം തോന്നണം. നമ്മുടെ കൂടെ ഇരിക്കാൻ മറ്റുള്ളവർക്ക് കൊതി തോന്നണം. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ മൂന്നാമത്തെ എന്താ? സംസാരം എപ്പോഴും കാരുണ്യമുള്ളതും ഹൃദ്യവുമായിരിക്കണം. വീട്ടിൽ സംസാരിക്കുമ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കണം. കരുണയോടുകൂടെ ഹൃദ്യമായിട്ട് സംസാരിക്കാനായിട്ട് പരിശ്രമിക്കണം. ഈ ദേശക്കാരുടെ കൂടെ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കോ? ആരും ആഗ്രഹിക്കില്ല. ചൂടാകുന്ന വ്യക്തികൾ ഉണ്ടാകും. നമുക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ പെട്ടെന്ന് ചൂടാവുന്നതാണ്, അത് കഴിയുമ്പോൾ ഞാൻ കൂളാവും. പക്ഷെ അങ്ങനെ കൂളായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മൾ ദേഷ്യപ്പെടുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പരിശ്രമിക്കണം. നമ്മുടെ പെരുമാറ്റം ഹൃദ്യവും കാരുണ്യമുള്ളതുമായിട്ട് മാറുമ്പോഴാണ് ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരിക. ഓക്കെ, ഇനി അവസാനത്തെ ചിന്ത ഇതാണ്. ഇതോടുകൂടെ അവസാനിക്കും കേട്ടോ. അവസാനത്തെ ചിന്ത ഇതാണ്. നാവിലൂടെ അനുഗ്രഹം ലഭിക്കാൻ അവസാനമായി നമ്മൾ ചെയ്യേണ്ടത് വചനം വായിക്കുകയും ശ്രവിക്കുകയും ചെയ്യണം. ദൈവത്തിന്റെ വചനം വായിക്കുകയും ശ്രവിക്കുകയും ചെയ്യണം. 2 തിമോത്തി 3-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ എടുത്ത്. 2 തിമോത്തി, തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനമൊക്കെ കഴിഞ്ഞിട്ട് 2 തിമോത്തി 3-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 2 തിമോത്തി 3-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ എടുത്തോ. കിട്ടിയവരെന്ന് വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയേ, ഈശോയേ, ഈശോയേ. വായിച്ചോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതലേ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ തന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. അതായത് ഈ ബൈബിളിലുണ്ട് നമ്മൾ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം. എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ബൈബിളിലുണ്ടോ? നമ്മളെ ജ്ഞാനിയാക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ബൈബിളിലുണ്ടോ? വിശ്വസിക്കുന്നവർ മാത്രം വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. എല്ലാ നന്മ പ്രവൃത്തികളും ചെയ്യുന്നതിനും ദൈവത്തിന്റെ ജ്ഞാനത്താൽ നിറയപ്പെടുന്നതിനും ദൈവവചനമനുസരിച്ച് ജീവിച്ചാല് നമ്മുടെ നാവ് അനുഗ്രഹം നിറഞ്ഞതായി മാറ്റപ്പെടും. 4 വഴികൾ, നാവിലൂടെ അനുഗ്രഹം പ്രാപിക്കാൻ 4 വഴികൾ. ഒന്നാമത്തെ വഴി, ഞാൻ ചോദിക്കട്ടെ, ആരോടെങ്കിലും ചോദിക്കട്ടെ,
ശൈല ചേച്ചി രാവിലെ സ്മാർട്ടായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ചേച്ചിയാണ്. ചേച്ചി എന്ന് പറഞ്ഞേ, ഒന്നാമത്തെ വഴി എന്താ? പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക. ഇനി രണ്ടാമത്തേത് നമ്മുടെ ആരാ? അർത്ഥശൂന്യമായ വാക്കുകൾ പറയുകയോ കേൾക്കുകയോ ചെയ്യരുത്. മൂന്നാമത്തേത് നിങ്ങളും എന്നെ പോലെ തന്നെ നാക്ക് പഠിക്കാറില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. സംസാരം എപ്പോഴും കാരുണ്യമുള്ളതും ഹൃദ്യവും ആയിരിക്കട്ടെ. നാലാമത്തേത് വചനം വായിക്കുകയും ശ്രവിക്കുകയും ചെയ്യുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒന്നും കൂടി റീക്യാപ്പ് ചെയ്യുകയാണ്. നാവിനെ കുറിച്ച് വചനങ്ങളിലൂടെ നമ്മൾ തുടങ്ങി. പൈശാചികമായ വാക്കുകൾ നമ്മുടെ നാവിൽ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, അയ്യോ പറയ്. ഒന്ന്, രണ്ട്, നിരാശ. മൂന്ന്, നാലെണ്ണം പറഞ്ഞു അല്ലേ? വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി വാക്കിലൂടെയുള്ള തിന്മകൾ എന്തൊക്കെയാ? ഒന്ന്, മറ്റുള്ളവരെ വിധിക്കൽ. രണ്ട്, നുണ, കളവ്. മൂന്ന്, ശാപവാക്കുകൾ. നാല്, അശുദ്ധ ഭാഷണം. അഞ്ചില്ല കേട്ടോ, നമ്പർ ഇട്ട് നോക്കിയാണ് ഞാൻ. അല്ലാണ്ട് എനിക്ക് തെറ്റുപറ്റിയതൊന്നുമല്ല, നമ്പർ തെറ്റുപോയതാണ്. ഓക്കെ. ഇനി നാവിലൂടെ അനുഗ്രഹം പ്രാപിക്കാനുള്ള എത്ര വഴികളുണ്ട്? 4 വഴികൾ. ഒന്നാമത്തെ വഴി എന്താ? എന്തോ? നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക. 2, അശുദ്ധ ഭാഷണങ്ങൾ സംസാരിക്കുകയോ ചെയ്യരുത്. 3, സംസാരം എപ്പോഴും കരുണാവത്സരവും ഹൃദയവുമായിരിക്കട്ടെ. 4, വചനം വായിക്കുകയും ശ്രവിക്കുകയും ചെയ്യുക. മടുത്തോ? ക്ഷീണിച്ചോ? അരമണിക്കൂർ കൂടി പറയട്ടെ. വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.